മൂന്നാറിന്റെ സ്വന്തം പടയപ്പയാണിത്. കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് ഒരു വെറൈറ്റിക്ക് മൂന്നാർ വഴി കൊച്ചിയിലോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണിത്. കൊടൈക്കനാൽ യാത്ര കഴിഞ്ഞ് ഇനി നേരെ കൊച്ചിയിലോട്ടാണ്. വെറും 40 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന കൊച്ചിയിലെ ഒരു ഹിഡൻ ഐലാൻഡിലോട്ടാണ് ഇനി യാത്ര. കൊടൈക്കനാൽ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്ന് രാവിലെ തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് കൊച്ചിയിലോട്ട് പോകാൻ 2 റൂട്ട് ഉണ്ട്. ഒന്ന് പളനി പൊള്ളാച്ചി വഴി പാലക്കാട് കയറി തൃശ്ശൂർ വഴി പോകാം, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ നിന്ന് നേരെ മൂന്നാർ പോയി അടിമാലി വഴി പോകാം. നമ്മൾ എന്തായാലും സീനിക് റൂട്ട് തന്നെ പിടിച്ചു മൂന്നാർ വഴി പോകാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ നല്ല കാഴ്ചയും കണ്ട് മടുപ്പൊന്നും ഇല്ലാണ്ട് പോകാലോ. ഒരാവേശത്തിന് ഈ റൂട്ട് പിടിച്ചതാണ്. പൊട്ടത്തരാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. കൊടൈക്കനാലിൽ നിന്ന് ചുരം ഇറങ്ങി കേരളം കണക്ട് ചെയ്യുന്ന ബോധിമേട്ട് ചുരം കൂടി കയറണം. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു ചുരം ഇറങ്ങും വേണം കയറും വേണം. ആഹാ, ഇതുവഴി കേരള വണ്ടികൾ കുറവാണ്. തമിഴ്നാടിന്റെ സൗത്ത് ഭാഗങ്ങളിൽ നിന്ന് കൊടൈക്കനാൽ കണക്ട് ചെയ്യുന്ന മെയിൻ ചുരമാണിത്. ചുരം ഇറങ്ങി തുടങ്ങിയതും തണുപ്പൊക്കെ മാറി ചൂട് കൂടാൻ തുടങ്ങി. അങ്ങനെ 20 ഹെയർപിന്നും ഇറങ്ങി താഴെ എത്തി. സൂര്യൻ തലക്ക് മുകളിലും എത്തി. ചുരം ഇറങ്ങി ആദ്യം തന്നെ പെട്രോൾ പമ്പിൽ റെസ്റ്റ് എടുക്കാൻ കയറി. കൊടൈക്കനാലിൽ വാങ്ങിയ വെള്ളമാണിത്. ഇനിയും തീർന്നിട്ടില്ല. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി. തമിഴ്നാട്ടിൽ പൊതുവെ കാണുന്ന കാഴ്ചയാണിത്. മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പൂക്കളൊക്കെ അലങ്കരിച്ച് വിലാപയാത്ര കൊണ്ടുപോകുന്നത്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഈ പൊരിയുന്ന വെയില് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ കാണാം. അങ്ങനെ ബോധിനായക്കാർ എത്തി. ഇവിടെ നിന്ന് ബോധിമേട്ട് ചുരം കയറി മൂന്നാർ പിടിക്കണം. ചുരം കയറുന്നതിനിടെ ഒന്നുകൂടി റെസ്റ്റ് എടുത്തു. റൈഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓരോ 1 മണിക്കൂറിലെങ്കിലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നല്ല പ്രായത്തിൽ ഷാജിപ്പാപ്പനെ പോലെ നടുവും തടവി കിടക്കേണ്ടി വരും. ബോധിമേട്ട് ചുരം നല്ല സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. ഒരു 4-5 മാസം മുമ്പേ ഇതുവഴി കാറിൽ മധുരൈ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ റൂട്ടിന്റെ ഭംഗി ശരിക്കും മനസ്സിലായത്. നമ്മൾ കയറി വന്ന വഴിയാണിത്. അങ്ങനെ ബോർഡർ കടന്ന് കേരളം എത്തി. നല്ല ടീ പ്ലാന്റേഷന്റെ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി. ആനിറങ്കൽ ഡാം വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ചായ കുടിക്കാൻ വണ്ടി ഒന്ന് നിർത്തി. തൽക്കാലം വിശപ്പടക്കം ബ്രെഡ് ഓംലെറ്റ് വാങ്ങി. വ്യൂ പോയിന്റിന്റെ തൊട്ട് താഴെയുള്ള കാഴ്ചയാണിത്. അങ്ങനെ ഗ്യാപ്പ് റോഡ് എത്തി. ഇതുവഴി എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. മൂന്നാറിൽ എത്ര തവണ വന്നാലും മതിയാവാത്ത ഒരു റൂട്ടാണിത്. ഇതാണ് സിഗ്നൽ പോയിന്റ്. ഒട്ടുമിക്ക ആൾക്കാരും വണ്ടി നിർത്തുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ കുറെ ആൾക്കൂട്ടം കണ്ട് വണ്ടി ഒന്ന് നിർത്തി. ഫോറസ്റ്റ് ജീപ്പ് ഒക്കെ കാണാം. കാരണം മറ്റൊന്നുമല്ല, സാക്ഷാൽ പടയപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി നമ്മളും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ദേ വരുന്നു സാക്ഷാൽ പടയപ്പ. ആ നീണ്ട് വളഞ്ഞു നിൽക്കുന്ന കൊമ്പ് തന്നെയാണ് പടയപ്പയുടെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും ഫോറസ്റ്റുകാർ അതിനെ തിരികെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. നേരം സന്ധ്യ ആയതുകൊണ്ട് അധിക നേരം അവിടെ നിന്നില്ല. ഇനി നേരെ കൊച്ചിയിലേക്ക്. കൊച്ചി എത്തിയത് പാതിരാത്രി ആയതുകൊണ്ട് പിന്നൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇതാണ് കൊച്ചിയിലെ ഹിഡൻ ലൊക്കേഷൻ, വളന്തകാട്. കായലും അതിന്റെ നടുവിൽ കണ്ടൽക്കാടും ഒക്കെ നിറഞ്ഞൊരു അടിപൊളി സ്ഥലം. ഈ കായലിന്റെ നടുവിൽ 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസം. ഇവിടുന്ന് കായലിലോട്ട് കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ബോട്ടിംഗ് ചെയ്യാൻ ഇറങ്ങി. ഇവിടെ വെള്ളത്തിൽ ഇഷ്ടം പോലെ ജെല്ലി ഫിഷിനൊക്കെ കാണാൻ പറ്റും. കുറച്ചു നേരം ബോട്ടിംഗ് ഒക്കെ ചെയ്ത് നേരെ പോയത് കായലിന്റെ നടുവിലുള്ള ഒരു വീട്ടിലോട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ്. ഇങ്ങനെ വെള്ളത്തിന്റെ നടുവിൽ ഇവരെങ്ങനെ താമസിക്കുന്നു? ഒന്ന് പുറത്തു പോകണമെങ്കിൽ വഞ്ചി തന്നെ വേണം. മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറില്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ കുറച്ചു നേരം ചെലവഴിച്ച് തിരികെ റൂമിലോട്ട് പോയി. നാളെ രാവിലെ തന്നെ കയാക്കിംഗ് ചെയ്യാൻ പോകണം.